ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നപ്പോൾ ക്രിസ്മസ് ആണ്. ക്രിസ്മസ് ആയിട്ട് നമ്മളൊരു സൂപ്പർ കിടക്കാച്ചി ബീഫ് അച്ചാർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ റെസിപ്പി ഇങ്ങനെയാണ് നോക്കാം. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ബീഫ് അച്ചാർ കഴിക്കുന്നത് എൻ്റെ ലൈഫ് ടൈമിൽ രണ്ടാമത്തെ തവണ ആയിരിക്കണം. അപ്പോൾ നമുക്കത് എങ്ങനെ തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണോളം മുളക് പൊടി, ഒരു 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് പുരട്ടി വെക്കാം. അതിനുശേഷം നമുക്ക് കുക്കറിലേക്ക് ഇട്ടിട്ട് 4 വിസിൽ വരുത്താം. 4 വിസിലിന് ശേഷം നമുക്കതിൽ വെള്ളമൊക്കെ ഒന്ന് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് വറ്റിച്ചെടുക്കണം. ഇനിയാണ് ബാക്കി കാര്യങ്ങൾ. അപ്പം നമ്മുടെ പൊടികളൊക്കെ ഒന്ന് കരിയിക്കാണ്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മുരിഞ്ഞിടണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 ടേബിൾ സ്പൂണോളം മുളക് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് വിനാഗിരി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി പേസ്റ്റാക്കി വെക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പൊടി കരിഞ്ഞു പോകില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അച്ചാർ ഉണ്ടാക്കുന്നതിൻ്റെ. അപ്പോൾ നിങ്ങളും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ബീഫിൽ വെള്ളമൊക്കെ വറ്റി നല്ല വറ്റി വരണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബീഫ് ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഞാനൊരു ചട്ടിയിലേക്ക്, നല്ല കട്ടിയുള്ള ഇൻഡാലിയത്തിൻ്റെ ചട്ടിയാണ് കേട്ടോ, അതിലേക്ക് നമുക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചെടുക്കാം. 1 കപ്പോളം നല്ലെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മുടെ ബീഫ് ഇതിലേക്കിട്ട് നല്ലപോലെ ഒന്ന് മുരിച്ചെടുക്കുക. കൂടുതൽ മുരിഞ്ഞ് കരിഞ്ഞു പോകരുത്, ജസ്റ്റ് നല്ലപോലെ ഒന്ന് ഫ്രൈ ആയിട്ട് ഇട്ടുക. അപ്പോൾ നമ്മൾ വറുത്ത് കോരിയിട്ട് ആ ഒരു എണ്ണയിലേക്ക് തന്നെ ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി ഏകദേശം ഒരു 100 ഗ്രാമൊക്കെ ഉണ്ടാകും. കാരണം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ അച്ചാറിന് കുറച്ച് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിനടുത്ത് നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും അതും ഏകദേശം ഒരു 100 ഗ്രാമോളൊക്കെ ഉണ്ടാകും. പിന്നെ അത് കുറച്ച് പച്ചമുളകൊക്കെ എരിവ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പച്ചമുളകൊക്കെ നല്ലോണം ഇട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ കുറച്ച് ഇതും ഒരു 100 ഗ്രാം, എല്ലാം ഒരേ അളവിലാണ് എടുത്തിട്ടുള്ളത്. 100 ഗ്രാം അത്രയും പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മുരിഞ്ഞ് വന്നേരം നമുക്ക് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ എണ്ണയിലേക്ക് ഇട്ട എല്ലാ സാധനങ്ങളും നല്ലപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതിന് വറുത്ത് കോരാം. ഇതിലേക്കാണ് നമ്മൾ ഇനി ബാക്കി കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ എണ്ണ വേസ്റ്റ് ചെയ്യുന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് എണ്ണയൊക്കെ മാറ്റാം. നേരത്തെ ഫ്രൈ ചെയ്തതിന് ശേഷം നമ്മൾ സെയിം വെളിച്ചെണ്ണ തന്നെയാണ്, അതായത് സെയിം നല്ലെണ്ണ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അല്ലാണ്ട് എണ്ണ മാറ്റുന്നില്ല, കാരണം ഇത് വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പോൾ അതും വറുത്ത് കോരിയതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, വിനാഗിരി ചേർത്ത ഒരു മിക്സില്ലേ, ആ ഒരു ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതും ഇളക്കി നല്ലപോലെ നമ്മുടെ എണ്ണയെല്ലാം തെളിഞ്ഞെണ്ണയും ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ ബീഫ് അച്ചാറിലേക്ക് വേണ്ട വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. പുളിയൊക്കെ കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് കുറച്ച് ടേസ്റ്റ് വേറെ നല്ല ബീഫിനൊക്കെ. ആ ഒരു പുളിയും എരിവും ഉപ്പൊക്കെ പിടിച്ച് കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ പൊടി ഇവിടെ ഓൾമോസ്റ്റ് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്, നല്ലപോലെ മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ 1 ടീസ്പൂണോളം ഉലുവപ്പൊടി ഇട്ടിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് കായപ്പൊടി കൊണ്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ പൊടിച്ച കായമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ അച്ചാറിൻ്റെ പരിപാടി ഇവിടെ കഴിഞ്ഞ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. മിക്ക അച്ചാറുകളും നമ്മൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഈ മാങ്ങ, നാരങ്ങയൊക്കെ വരുമ്പോഴേക്കാണ് നമുക്ക് അരിയാനായിട്ടുള്ള പണി വരുന്നത്. അപ്പോൾ ഈ ബീഫൊക്കെ നമുക്ക് കട്ട് ചെയ്തിടുന്നുണ്ട്, നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അങ്ങനത്തെ അഡീഷണൽ പണിയൊന്നും വേണ്ട. പിന്നെ അതേ നമ്മൾ അച്ചാറിന് ആവശ്യമുള്ള ഉപ്പൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒന്ന് ആറിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ട് വിനാഗിരി ഒഴിക്കും. വിനാഗിരി കൂടുതൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര പുളിയായിപ്പോവും. അപ്പോൾ ബീഫൊക്കെ എന്തായാലും നമ്മൾ അധികം നാളൊന്നും ഉപയോഗിക്കുന്നില്ലല്ലോ. നമ്മുടെ വീട്ടിലത്തേക്ക് ഒരു 1-2 മാസത്തിനുള്ളിലൊക്കെ ബീഫൊക്കെ എന്തായാലും തീരും. അതുവരെയൊക്കെ എന്തായാലും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചീത്താവണ്ടൊക്കെ ഇരുന്നോളും. അപ്പോൾ അതേ വെള്ളവും ഒഴിച്ചിട്ട് നല്ലപോലെ തിളച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ വറുത്ത് വെച്ചിട്ടുള്ള ബീഫ് ഇട്ടിട്ടുണ്ട്. ഇനി ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പും പുളിയും എരിവൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് വെക്കാവുന്നതാണ്. കായപ്പൊടിയൊക്കെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് പുളി കുറച്ച് കുറവായിട്ട് തോന്നി. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി വിനാഗിരി ഒഴിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം തന്നെ കഴിച്ച് നോക്കിയാൽ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് അറിയില്ല. ചൂടെല്ലാം മാറി ഒന്നും കൂടി കുറുക്കി വരും. അപ്പോഴാണ് നമ്മുടെ അച്ചാർ സെറ്റ് ആവുന്നത്. അങ്ങനെ നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ ബീഫ് അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിൽ എന്തായാലും ക്രിസ്മസ് ഒക്കെ ആയിട്ട് ബീഫൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ ന്യൂ ഇയർ ആയിട്ടാണെങ്കിലും നിങ്ങൾ ബീഫ് അച്ചാറൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് കൂടുതൽ കാലം സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി ബീഫ് കൂട്ടാനും പറ്റും, ഇതേപോലെ അച്ചാറൊക്കെ ആക്കിയൊക്കെയാണെങ്കിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സിമ്പിളായിട്ടുള്ളൊരു ബീഫ് അച്ചാറിൻ്റെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടി വാച്ച് ചെയ്യുക അടുത്ത വീഡിയോസൊക്കെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ടാറ്റാ.